എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് NDA വേണ്ടിയുള്ള മീൻസ് ഇനി വരാൻ പോകുന്ന സെപ്റ്റംബറിലെ എക്സാമിന് വേണ്ടി NDA 2 അതിന്റെ ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് ഈ ക്വസ്റ്റനൊക്കെ കാണുമ്പോൾ ആദ്യം കാണുമ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ആകെ കൺഫ്യൂഷനാണ്. പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഇത് മനസ്സിലായി പോകും. പിന്നെ ചെറിയ ചെറിയ ഫോർമുലാസുകൾ വേണം. നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറയുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസുകൾ പുതിയതായിട്ടൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് എൻട്രൻസിൽ എത്തുമ്പോൾ ചെയ്യാൻ പറ്റും. പിന്നെ നല്ല ഫാസ്റ്റ് ആവും, കാര്യങ്ങളൊക്കെ സ്പീഡ് ആവുമ്പോൾ നമുക്ക് കുറെ ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് പഴയ മെത്തേഡുകളാണ്. ഈ പഴയ മെത്തേഡുകൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കുറെ പോകും, ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ കിട്ടത്തുമില്ല. അപ്പൊ അങ്ങനെ സമയം കളഞ്ഞുകൊണ്ട് ഒരിക്കലും എൻട്രൻസിനെ നമുക്ക് നേരിടാൻ പറ്റത്തില്ല. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തന്നെ പോകണം. ഇപ്പൊ ഞാൻ ഈ പ്രോബ്ലത്തിനെ ചെയ്യുമ്പോൾ ഒത്തിരി ഫാസ്റ്റ് ഒന്നും അല്ല. നിങ്ങൾ ഇതിനെ ചെയ്ത് പഠിച്ച ശേഷം നല്ല ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് എത്ര സമയത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കണം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഓക്കെ, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ക്ലാസ്സുകൾ എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ +1ന്റെയും +2ന്റെയും എൻട്രൻസ് ക്ലാസ്സസ്, അത് കൂടാതെ നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയലും ഇതിന്റെ കൂടെ തന്നെ തരുന്നുണ്ട്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ്സും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ ഓഫ് 4 cos ഇൻവേഴ്സ് 1/3? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ചെയ്തു തുടങ്ങാൻ നോക്കുമ്പോൾ ഒരു മെത്തേഡ് നമുക്കിപ്പം എളുപ്പമല്ല. കാരണം നമ്മൾ +2 ഇങ്ങനെയൊന്നും അല്ല ഈ പ്രോബ്ലം പഠിച്ചിരുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇവനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ cos ഇൻവേഴ്സ് 1/3, ഈ cos ഇൻവേഴ്സ് 1/3 ഞാൻ തീറ്റ എന്നെടുക്കുന്നു. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു cos ഇൻവേഴ്സ് 1/3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ cos ഇൻവേഴ്സ് ഇപ്പുറത്ത് വരുമ്പോൾ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് cos തീറ്റ ഈക്വൽ ടു 1/3. ഇപ്പൊ നമുക്ക് പരിചയമുള്ള ഒരു ടൈം ആയിട്ട്, അല്ലേ? cos തീറ്റ അവിടെ കിടക്കട്ടെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റനെ ഒന്ന് മാറ്റി എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് സൈൻ ഓഫ് 4 cos ഇൻവേഴ്സ് 1/3 ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് 4 ഈ cos ഇൻവേഴ്സ് 1/3 ഫുള്ള് നമ്മൾ ആരായിട്ട് എടുത്തു? തീറ്റ. അപ്പൊ ഇത് എന്തായിട്ട് മാറി? സൈൻ 4 തീറ്റ. സൈൻ 4 തീറ്റയുടെ ഫോർമുല ഒക്കെ എല്ലാവർക്കും അറിയാം. ബട്ട് സൈൻ 4 തീറ്റ, സൈൻ 4 തീറ്റ ക്യാൻ ബി നമുക്ക് റിട്ടൺ ആസ് സൈൻ ഓഫ് 2 × 2 തീറ്റ എന്ന് ആദ്യം എഴുതാം. ഓക്കെ, അപ്പൊ 2 തീറ്റ നമുക്ക് ബ്രാക്കറ്റിലോട്ട് കൊടുക്കാം. സൈൻ 4 തീറ്റയുടെ വാല്യൂ ഉണ്ട്, പക്ഷെ നമുക്കത് എല്ലാവരും പഠിച്ചു വെക്കാറില്ല. പക്ഷെ എൻട്രൻസിലൊക്കെ അതൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലത്. നമ്മളിപ്പം സൈൻ 2x, സൈൻ 3x ഒക്കെ പഠിക്കും. അതുപോലെ സൈൻ 4x നും ഫോർമുല ഉണ്ട്, പക്ഷെ നമുക്കത് വേണ്ട, ആ മെത്തേഡ് വേണ്ട. ഇങ്ങനെ ചെയ്യാം. സൈൻ ഓഫ് 2 × 2 തീറ്റ, 4 തീറ്റ 2 × 2 തീറ്റ. ഈ 2 തീറ്റ നിങ്ങൾ a ആയിട്ട് കരുതി കഴിഞ്ഞാൽ what is sin 2a? sin 2a എന്ന് പറഞ്ഞാൽ 2 sin a cos a. അതൊക്കെ എല്ലാവർക്കും അറിയാം, അല്ലെ? sin 2a 2 sin a cos a. അപ്പൊ സൈൻ 2 തീറ്റ നമ്മൾ a ആയിട്ട് കരുതിയാൽ sin 2a ആണ്. ദാറ്റ് ഈസ് sin 2a എന്തായിരുന്നു? 2 sin a cos a. ദാറ്റ് ഈസ് 2 sin a cos a എന്നായിരുന്നു, ആണല്ലോ. അപ്പൊ ഇവിടുത്തെ ഈ a എന്ന് പറഞ്ഞാൽ ഇവിടെ ആരായിരുന്നു? 2 തീറ്റ. അപ്പൊ ഈ a യുടെ രണ്ട് പ്ലേസിൽ ഞാൻ ആരെന്ന് കൊടുക്കാൻ പോവാണ്? 2 തീറ്റ. അപ്പൊ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × sin 2 തീറ്റ cos 2 തീറ്റ. ഓക്കെ ആണല്ലോ. ഈ a കാണുന്ന രണ്ടിടത്ത് നമ്മൾ 2 തീറ്റ എന്ന് കൊടുത്തു. ഇപ്പൊ 2 × sin 2 തീറ്റ × cos 2 തീറ്റ എന്ന് കിട്ടി. sin 2 തീറ്റയുടെ വാല്യൂ നമുക്കറിയാം. എഗൈൻ പിന്നെ ഈ റിസൾട്ട് എന്താണ്? 2 sin തീറ്റ cos തീറ്റ എന്ന് എഴുതാം. sin 2 തീറ്റ 2 sin തീറ്റ cos തീറ്റ. cos 2 തീറ്റ നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് 2 cos² തീറ്റ -1. അപ്പൊ sin 2 തീറ്റ ക്യാൻ ബി 2 sin തീറ്റ cos തീറ്റ ആൻഡ് cos 2 തീറ്റ ക്യാൻ ബി 2 cos² തീറ്റ -1. എല്ലാ ഫോർമുലയാണ് കേട്ടോ. ഇപ്പൊ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇനി ചെയ്തെടുക്കാം. നോക്കിയാൽ ഇവിടെ cos തീറ്റയുടെ വാല്യൂ ആയിരുന്നുണ്ട് 1/3. അപ്പൊ ഈ cos തീറ്റയുടെയും ഈ cos തീറ്റയുടെയും പ്ലേസിൽ നിങ്ങൾക്ക് 1/3 എന്ന് കൊടുക്കാം. പിന്നുള്ളത് sin തീറ്റ, അത് നമുക്ക് കണ്ടുപിടിക്കാം. cos തീറ്റ ഉണ്ടെങ്കിൽ sin തീറ്റ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. ദാറ്റ് ഈസ് sin തീറ്റ എന്ന് പറഞ്ഞാൽ √1 - cos² തീറ്റ. ദാറ്റ് ഈസ് √1 - 1/9. ആൻസർ ഈസ് ഈക്വൽ √8/9. ദാറ്റ് ഈസ് 8ന്റെ റൂട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് 2 √2/3. ഓക്കെ, √8/√9. 9ന്റെ റൂട്ട് 3 ആണ്. സോ √8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 √ അപ്പൊ 2 √2/3 എന്നാണ് നമ്മുടെ സൈൻ തീറ്റ. ദാറ്റ് ഈസ് 2 × 2. അപ്പൊ അവിടെ 4 എന്ന് എഴുതാമല്ലോ. ഈ 2 × 2 4. ഈ സൈൻ തീറ്റയുടെ പ്ലേസിൽ നമുക്ക് ആരെന്ന് കൊടുക്കാം? 2 √2/3. ഓക്കെ, cos തീറ്റയുടെ പ്ലേസിൽ ആരെന്ന് കൊടുക്കാം? 1/3 ബ്രാക്കറ്റിൽ 2 × cos² തീറ്റ. cos തീറ്റ is 1/3, then cos² തീറ്റ is 1/9 - 1.
that is equal to 4 into 2, 8, 8 root 2 by 9, 8 root 2 by 9, 3 into 3, 9, into 2 into 1 by 9, that is 2 by 9 minus 1, that is equal to 8 root 2 by 9 into, ഇത് നമുക്ക് ചെയ്യുമ്പോൾ 2 by 9 മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷനോ എൽസിയോ ചെയ്യുമ്പോൾ -7/9 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഫൈനൽ ആൻസർ വരുമ്പോൾ മൈനസിലാണ്. 8 into 7 56 ഉണ്ട്, റൂട്ട് 2 ഉണ്ട്, ബൈ 9 into 9 81. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മുടെ എൻട്രൻസ് പഠിക്കുന്നത് പ്രോബ്ലംസുകൾ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളതായിരിക്കും. അവരെയൊക്കെ കവർ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.